നമസ്കാരം. മെഡിസിൻ അറ്റ് ഇന്ത്യ വിഷനിലേക്ക് വീണ്ടും സ്വാഗതം. ആയുർവേദത്തിലെ രസചികിത്സയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ പാലക്കാട് കാറൽമണ്ണയിലെ നെച്ചിയിൽ ആയുർവേദ വൈദ്യശാലയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശശി നെച്ചിയിൽ ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. പ്രേക്ഷകർക്കും തത്സമയം 1707088 എന്ന നമ്പറിൽ ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. എറണാകുളത്തിന് പുറത്തുനിന്ന് വിളിക്കുന്നവർ 0484 എന്ന കോഡ് ചേർക്കണം. ലാൻഡ് ഫോണിൽ നിന്നുള്ള കോളുകൾ മാത്രമേ ഈ പരിപാടിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയുള്ളൂ എന്നത് പ്രത്യേകം ഓർക്കുക. നമ്പർ മറക്കരുത്, 1707088. ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. ഡോക്ടർ, ആയുർവേദത്തെക്കുറിച്ച് പലപ്പോഴും ഉള്ളൊരു ആക്ഷേപം, നമ്മളൊരു ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ കുറേ കാലമെടുക്കും, രോഗം ഭേദമാവാൻ കുറേ കാലമെടുക്കും, പെട്ടെന്നുള്ളൊരു ശമനം, രോഗശാന്തി നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടുകയുള്ളൂ എന്നാണ്. ഇതിനൊരു പ്രതിവിധിയായി പല സ്ഥലങ്ങളിലും പരാമർശിച്ച് കേൾക്കുന്നത് ഇതിനൊരു അപവാദമായിട്ട് ആയുർവേദത്തിലെ രസചികിത്സ എന്നൊരു വിഭാഗമുണ്ടെന്നാണ്. എന്താണ് ആക്ച്വലി ഈ രസചികിത്സ? ഇത്തരം വാദങ്ങളെല്ലാം ശരിയാണോ? രസചികിത്സ എന്ന് പറയുന്നത് പെട്ടെന്ന് ശമനം തരുന്ന ഒരു ശാസ്ത്രശാഖ, ആയുർവേദ വൈദ്യശാസ്ത്രശാഖയാണോ? തീർച്ചയായിട്ടും. ആയുർവേദ ചികിത്സ നടത്തുമ്പോൾ പെട്ടെന്നുള്ള രോഗശമനം മാത്രമല്ല, രസചികിത്സ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യമായി പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. അതായത് ഹൈലി പാലറ്റബിൾ ഫോമാണ്. അത് കഴിക്കാൻ വലിയ വിഷമമില്ല. അതിൻ്റെ ഡോസ് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പല മാരകമായ അസുഖങ്ങളും വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഉദാഹരണത്തിന്, ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്ന പോലുള്ള ഫലം, ചിലപ്പോൾ അതിലും ഉപരിയായിട്ടുള്ള ഫലം രസൌഷധങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗങ്ങളിൽ ഏറ്റവും ഫലവത്തായി കണ്ടത് വെട്ടുമാറൻ എന്ന് പറഞ്ഞ ഒരു ഗുളികയാണ്. ഇത് രസൌഷധമാണ്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ആയുർവേദത്തിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് പുനർസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ഇത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഈ രസചികിത്സ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്? എന്താണ് ഈ രസങ്ങൾ എന്ന് പറയുന്നത്? രസം എന്ന് പറയുന്നത് നമ്മൾ മെർക്കുറി എന്ന് നമ്മൾ ആണ് മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ മെർക്കുറി നമ്മൾ ശരീരത്തിന് ദോഷമായൊരു ലോഹമാണ്, ലിക്വിഡ് ഫോമിലുള്ളൊരു ലോഹം. ഈ മെർക്കുറിയെ ബേസ് ചെയ്തിട്ടാണോ ഈ രസചികിത്സ എന്നുള്ളത്? അല്ല മറ്റെന്തെങ്കിലും സ്ഥലത്തു നിന്നാണ് ഈ ഒരു പേരിൻ്റെ ഒറിജിൻ? എന്താണ് ഈ ഒരു രസചികിത്സ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്? ആയുർവേദത്തിൻ്റെ പരിപൂർണമായ രൂപം ഇന്നും പൊതുജനങ്ങളിൽ ഫുള്ളായിട്ട് എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. പ്രധാനമായ ആയുർവേദത്തിന് 3 തരത്തിലുള്ള ഓഫ് ഷൂട്ടുകളുണ്ട്. 3 ക്ലാസിഫിക്കേഷൻ നമുക്ക് ആയുർവേദത്തിൽ നടത്താം. ഇന്ത്യൻ സമ്പ്രദായങ്ങളൊക്കെ നമുക്കറിയാം 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ബ്രഹ്മമൂലം, ഒന്ന് വിഷ്ണുമൂലം, ഒന്ന് ശൈവമൂലം. ഇതിൽ ബ്രഹ്മാവിൻ്റെ മൂലം എന്ന് പറയുന്ന ചികിത്സയാണ് ഫലമൂലാദികളെ കൊണ്ടുള്ള ചികിത്സ. 2 വിഷ്ണുമൂലം. വിഷ്ണുമൂലമായ ചികിത്സയാണ് സർജറി. നമുക്കറിയാം വിഷ്ണു എപ്പോഴും ഒരു ടാക്ടിക്സിൻ്റെ ആളാണ്. ഈ ടാക്ടിക്സാണ് സർജറിയിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ ശൈവമൂലമാണ് രസചികിത്സ. ശിവൻ്റെ ഒരു സ്വഭാവം തന്നെ അതിൽ കാണാം. ശിവൻ നമുക്കറിയാം ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ്. ആ ഗുണം തന്നെ രസചികിത്സയ്ക്കും ഉണ്ടാവും. രസചികിത്സ എന്ന് പറയാൻ കാരണം ആയുർവേദം ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. അത് ആനിമൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, ഹെർബൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റൽസും മിനറൽസും ഉപയോഗിക്കുന്നുണ്ട്. ഈ മെറ്റൽസും മിനറൽസും ഉപയോഗിക്കുന്ന ആയുർവേദത്തിൻ്റെ വിഭാഗത്തെയാണ് രസചികിത്സ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. രസം എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഈ മെർക്കുറി ഈ ഖനിജങ്ങളുടെയൊക്കെ എല്ലാം പിതാവായി ഗണിക്കപ്പെടുന്നു. രസം ശിവൻ്റെ ബീജമാണെന്ന് പറയുന്നു തന്ത്രങ്ങളിൽ. അപ്പോൾ രസം ആണെങ്കിൽ എല്ലാ മെറ്റലും രസത്തിൽ ലയിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് രസചികിത്സ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ സംശയങ്ങളുമായി പ്രേക്ഷകരുടെ നിരവധി കോളുകൾ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മൾ വിളിക്കുന്ന കോളേഴ്സിന് ഒരു ഐഡിയ കൂടി കിട്ടാൻ വേണ്ടിയിട്ട്, ഏതെല്ലാം തരത്തിൽപ്പെടുന്ന രോഗങ്ങളെയാണ്, അല്ല എന്തെല്ലാം പ്രയാസങ്ങളെയാണ് ഈ ഒരു രസചികിത്സ എന്നുള്ള വൈദ്യശാസ്ത്രം ശമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം രോഗത്തിനാണ് ഇതിൽ പ്രതിവിധികളുള്ളത്? അതെ, ഇത് പണ്ടത്തെ വൈദ്യന്മാർ ഉറുമിയായിട്ട്, ഏകദേശം ഉറുമി പോലെ അരയിൽ കൊണ്ടു നടന്നിരുന്ന ഒരു സാധനമാണ് രസചികിത്സ. ആദ്യത്തെ സ്റ്റെപ്പിലൊന്നും ഇത് എടുക്കില്ല. രോഗം ശമനം കിട്ടിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ, ഒരു അക്യൂട്ട് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആണ് രസചികിത്സ പുറത്തെടുക്കുന്നത്. ചെപ്പ് തുറന്ന് അദ്ദേഹം ഒരു മജീഷ്യനെ പോലെ തുറന്നെടുക്കുകയും ഇത് കൊടുത്ത് ക്ഷിപ്രമായിട്ട് രോഗത്തെ നശിപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവ് രസചികിത്സയ്ക്കുണ്ട്. ഇത് എൻ്റെ 15 വർഷത്തെ എൻ്റെ പ്രായോഗിക പരിചയത്തിൽ നിന്നും എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെ നമുക്ക് മുൻപിൽ എത്തുന്ന, അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രമേഹത്തിനോട് ബന്ധപ്പെട്ട ഡയബറ്റിക് ഫുഡ്, പലപ്പോഴും ഒരു വിരൽ മുറിച്ച് കളഞ്ഞ് മറ്റ് കാല് മുറിക്കണം എന്ന് പറഞ്ഞു വരുന്ന ആളുടെ രോഗം,
അതുപോലെ തന്നെ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് സർജറി പറഞ്ഞ സർജിക്കൽ ടേബിളിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന രോഗികൾ മാറിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ല്യൂക്കോഡെർമ, വിറ്റിലിഗോ എന്ന് പറയുന്ന രോഗം, മാറാരോഗം, അത് മാറിപ്പോയിട്ടുണ്ട്. ചിക്കൻ ഗുനിയയ്ക്ക് ഏറ്റവും ഇഫക്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു വെട്ടുമാറനും അതുപോലെ ആരോഗ്യവർദ്ധിനി രസം എന്ന് പറയുന്ന ഒരു രസവുമാണ്. ഇത് കൊടുത്ത് ചിക്കൻ ഗുനിയ മാറിയ നിരവധി കേസുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഇതിനുവേണ്ടി ക്യാമ്പുകൾ സംഘടിച്ചപ്പോൾ അതിൽ ഏറ്റവും ഉപയുക്തമായി കണ്ട 2 ഔഷധങ്ങൾ വെട്ടുമാറനും ആരോഗ്യവർദ്ധിനിയുമായിരുന്നു. അപ്പോൾ എപ്പിഡമിക്സിനെ പോലും നേരിടാൻ രസൌഷധങ്ങൾ കൊണ്ട് സാധ്യമാണ്. ഡോക്ടർ, ഇപ്പോൾ കോട്ടയത്ത് നിന്നും ഖാദർകുട്ടി ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. ഖാദർകുട്ടി, ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ പറയൂ. ഇത് ആയുർവേദത്തിൽപ്പെട്ടതാണോ ഈ രസചികിത്സ? അതെ, ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞു 3 വിഭാഗങ്ങളുണ്ട്. അതിലെ മെറ്റൽസ്, ഖനിജ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അതിമാരകമായ വിഷങ്ങൾ ഉപയോഗിക്കുന്ന ശാസ്ത്രശാഖയാണ് രസചികിത്സ. കോട്ടയത്തു നിന്നും ഖാദർകുട്ടി ഒരു പ്രേക്ഷകനാണ് സംശയവുമായി വിളിച്ചത്. നന്ദി ഖാദർ വിളിച്ചതിന്. ഡോക്ടർ, ഈ ഒരു ഡോക്ടർ പറയുന്ന ഒരു കൺസെപ്റ്റ് വെക്കുകയാണെങ്കിൽ നമ്മുടെ നാടുകളിൽ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പാരമ്പര്യമായി കൈമാറി വരുന്ന സിദ്ധ ചികിത്സ എന്നുള്ളൊരു ശാസ്ത്രവുമായിട്ട് ഒരു പ്രയോഗവുമായിട്ട് ഈ രസചികിത്സയ്ക്ക് സാമ്യതകൾ ഉണ്ടോ? അതാണ് വേറൊരു ജനങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ. നല്ലൊരു ചോദ്യമാണത്. കാരണം ഈ സിദ്ധ ചികിത്സയിലും ഞാൻ ഇതുപോലെ തന്നെ ആയുർവേദം പോലെ തന്നെ അതിലും ഹെർബൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അരിഷ്ടം, ആസവം, ചൂർണങ്ങൾ, ഇതൊക്കെ തന്നെ സിദ്ധ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധ ചികിത്സയിൽ മെറ്റൽ മിനറൽസ് ഉപയോഗിക്കുന്ന വിഭാഗത്തെ നീറ്റുമുറൈ എന്ന് പറയും. അങ്ങനെ തമിഴിൽ നീറ്റുമുറൈ എന്ന് പറയുന്ന സിദ്ധ ചികിത്സയുടെ വിഭാഗത്തെയാണ് സംസ്കൃതത്തിൽ ആയുർവേദത്തിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള രസശാസ്ത്രം എന്നുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. എൻ്റെ കുടുംബം തന്നെ സിദ്ധ പാരമ്പര്യവും ആയുർവേദ പാരമ്പര്യവും ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് രണ്ടിനെയും തുല്യം ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. ഈ ഒരു ഡോക്ടർ പറഞ്ഞു വളരെ ഉറുമി പോലെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ കൊണ്ട് നടക്കുന്ന ഒരു മരുന്നാണിത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന മരുന്നാണ്. പല മാരക രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ്. പ്രത്യേകിച്ച് ചിക്കൻ ഗുനിയ പോലെ ഇനിയും നമ്മൾ ഉത്തരം കിട്ടാതെ അലയുന്ന ചില രോഗങ്ങൾക്ക് കൂടിയുള്ള പ്രതിവിധിയാണെന്ന് ഡോക്ടർ പറയുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രചാരം നേടാതെ പോകുന്നു? പ്രത്യേകിച്ച് കേരളത്തിൽ ഡോക്ടർ പറഞ്ഞു ഡോക്ടറുടെ തറവാട് പോലെയുള്ള പല സ്ഥലങ്ങളിലും ഈ ഒരു ചികിത്സാ രീതി വളരെ കാലമായി ചികിത്സിച്ചു പോരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ ഇതിനൊരു പ്രചാരം കിട്ടുന്നില്ല? അക്കാഡമിക് രംഗത്തിലായാലും ആളുകളുടെ സമീപനത്തിലായാലും എന്തുകൊണ്ടാണത്? എനിക്ക് തോന്നുന്നു നമ്മുടെ കുറച്ച് കാലങ്ങളായി ആയുർവേദ രംഗത്തുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ തുലം കുറവാണ്. അതുപോലെ തന്നെ ഒരു റിസ്ക് എടുത്തിട്ട് മാനേജ് ചെയ്യാനുള്ള ടെൻഡൻസി ഇന്നത്തെ ആയുർവേദ രംഗത്ത് കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനം പിന്നെ അക്കാദമികളൊക്കെ തന്നെ, ഞാനും അക്കാദമിയുടെ ഒരു പ്രോഡക്റ്റാണ് പഠിച്ചത്. അവിടെ പഠിപ്പിക്കുന്നത് കേരളത്തിൽ പലവിധ സ്ട്രീംസ് കാണാം. പലവിധ സ്കൂൾസ് ഓഫ് ആയുർവേദ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പലവിധ വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗമായ അഷ്ടവൈദ്യ സമ്പ്രദായം മാത്രമാണ് ഇന്ന് അക്കാദമികളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ രീതിയിൽ. എന്നാൽ കേരളത്തിലെ മറ്റു ട്രഡീഷൻ ദ്രാവിഡമായ സമ്പ്രദായങ്ങളൊന്നും തന്നെ ഈ കേരളത്തിലെ അക്കാദമികളിൽ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഒരു പരിധിവരെ ഇത് താഴ്ന്നു പോകാനുള്ള കാരണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ നീറ്റ് മരുന്ന് ഇത് ഹൈ സ്കിൽ അവകാശപ്പെടുവാണ്. നേരിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു സമ്പ്രദായമാണ്. പുസ്തകത്തിലൂടെ ഇത് പഠിക്കാൻ കഴിയില്ല. ഒരു ഗുരുവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഇതാണ്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ അക്കാദമികളിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് അക്കാദമികളിലേക്ക് പറിച്ചു മാറ്റപ്പെടാനും അതുപോലെ നമ്മുടെ അക്കാദമിയുടെ ഭാഗമാക്കി ഇതിനെ മാറ്റാനും കഴിയുമെന്നുള്ളത് സംശയമില്ല. കുന്നംകുളത്തുനിന്നും മാലിനി ഒരു പ്രേക്ഷക ഇപ്പോൾ ലൈനിലുണ്ട്. മാലിനി, ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. മാലിനി, ഹലോ. എന്റെ കാലുമ്മ 3 പ്രാവശ്യമായിട്ട് ആനയ്ക്ക് വേണ്ടിയിട്ട് ലേശം കീറിയെടുത്തു ഇംഗ്ലീഷ് ഹോസ്പിറ്റലിൽ പോയിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു മാറ്റവും ഇല്ല. പിന്നെ നാട്ടിൽ കേട്ടിട്ടുള്ള എല്ലാതരം മരുന്നുകളും പ്രയോഗിച്ചു നോക്കി. ഒരു തരം ഉള്ളി വെച്ചിട്ട് അങ്ങനെ പലതരം മൈലാഞ്ചിയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി അരിച്ചിട്ടിട്ട് 24 മണിക്കൂറും 4 ദിവസം വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പലതരത്തിൽ ചെയ്തു നോക്കി. ഇതിന് വല്ല പോംവഴി ഉണ്ടോ ഡോക്ടർ? തീർച്ചയായും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രസചികിത്സ എന്ന് പറയുന്നത് വളരെ പഥ്യക്രമം ആവശ്യപ്പെടുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഈ പൊട്ടൻസിയോട് കൂടിയിട്ടുള്ള ഈ ഔഷധങ്ങൾ പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ അതിനു വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. ശരീരത്തെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും നല്ല പഥ്യക നിർദ്ദേശങ്ങൾ വേണം. അതുപോലെ അനുസരിച്ചുള്ള ദിനചര്യകൾ വേണം. ഇതിനൊപ്പമാണ് ഇത് പ്രയോഗിക്കുമ്പോൾ ഇത്
അമൃതഫലമായ ഫലം തരുന്നതും അതുപോലെ ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലാതെ വരുന്നതും. അതുകൊണ്ട് ഇത് ഒരു ഡോക്ടറെ കണ്ട് രസചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിലുള്ള ചികിത്സ നിങ്ങൾ നേടിയാൽ ഇത് നിശേഷമായി മാറും, അതിന് സംശയമില്ല. മുറികൾ മാറ്റാനുള്ള അതിയായ ശക്തിവിശേഷം രസൌഷധങ്ങൾക്കുണ്ട്. കുന്നംകുളത്തു നിന്നും മാലിനി ഒരു പ്രേക്ഷകയാണ് വിളിച്ചത്. ഡോക്ടർ പറഞ്ഞു ഇത് അക്കാഡമിക്കായിട്ട് പല സ്ഥലങ്ങളിലും ഇത് പഠിപ്പിക്കപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പല സ്ട്രീമുകളിൽ ഒരു സ്ട്രീമായി നിൽക്കുമ്പോൾ ഒരു സ്ട്രീം ഒതുക്കപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ പോലെ വളരെ പ്രഗത്ഭനായ ഒരാൾ, ഈ രംഗത്ത് 15 കൊല്ലത്തോളം പ്രായോഗിക ശീലമുള്ള ഒരാൾ, ഡോക്ടർ പറയുന്നു ഡോക്ടറുടെ തലമുറയായി കിട്ടിയ ഒരു അറിവ് വെച്ചാണോ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ല, അത് മാത്രമല്ല, ഞാനിത് BIMS കഴിഞ്ഞ ശേഷം ജാംനഗർ ആയുർവേദ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തിയിട്ടുണ്ട്, MD കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിൽ അവിടെ നിന്നുള്ള കുറേ അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പുറമെ നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ രസചികിത്സ വളരെ പ്രസിദ്ധമാണ്. അവിടെ നിന്നുള്ള അറിവും എൻ്റെ പാരമ്പര്യമായ അറിവുകളും ഒത്തുചേർന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചികിത്സ നടത്തുന്നത്. രസചികിത്സയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വിജ്ഞാനവും നമുക്ക് നേടേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം മെഡിസിൻ അറ്റ് ഇന്ത്യ ആവശ്യം തുടരും. मम्मी टीचर പറയാ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. യഥാർത്ഥ ജീവിതത്തിന്റെ രസം കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ്. അടുക്കളയിലെ രസം യഥാർത്ഥ ഉപ്പിലാണ്. അങ്കൂർ ഉപ്പ്, യഥാർത്ഥ ഉപ്പ്. മെഡിസിൻ അറ്റ് ഇന്ത്യ ആവശ്യം തുടരുന്നു. ഡോക്ടർ ശശികുമാർ നെച്ചിയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ഡോക്ടർ പറഞ്ഞു ഈ രസൌഷധ ചികിത്സയിലുള്ള പദാർത്ഥങ്ങൾ, മരുന്നുകൾ എല്ലാം പ്രധാനമായി ലവണങ്ങൾ, മിനറൽസും മെറ്റൽസുമാണ്, ലോഹങ്ങളുമാണെന്ന്. എന്തൊക്കെയാണ് ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ? അതെ, ഖനിജ പദാർത്ഥങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അഭ്രം, മൈക്ക, അതുപോലെ തന്നെ ആർസനിക് പ്രോഡക്ട്സ്, അരിതാരം, മനയോല, രസം, ചായില്യം, അതുപോലെ തന്നെ മെറ്റൽസ്, നവ ലോഹങ്ങൾ, ചെമ്പ്, ഇരുമ്പ്, വെള്ളി, ഈയം, കറുത്തീയം, വെളുത്തീയം, ഇത്തരത്തിലുള്ള ലോഹങ്ങളും ഖനിജ പദാർത്ഥങ്ങളാണ് നമ്മൾ പ്രധാനമായും രസൌഷധങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മെറൈൻ പ്രോഡക്ട്സ്, അതായത് ശംഖ്, ശുക്തിക, വരാടിക, അങ്ങനെയുള്ള കവിടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മെറൈൻ പ്രോഡക്ട്സും ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ കുറേ സാധനങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ തീർച്ചയായും ലഭ്യമല്ല. നാട്ടിൻപുറങ്ങളിൽ പോലും ഇന്ന് അന്യവൽക്കരിക്കപ്പെട്ട കുറേ പദാർത്ഥങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ലഭ്യമാവാത്ത ഈ സാധനങ്ങൾ എവിടെ നിന്നാണ് ഈ ചികിത്സയ്ക്ക് സംഘടിപ്പിക്കുന്നത്? അല്ല, ഇത് മൈൻസിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ജെംസ് അടക്കം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൈൻസിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിലെ ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒരു 100 ഗ്രാം മരുന്നുണ്ടെന്ന് മില്ലിഗ്രാം കണക്കിലാണ് ഇതിൻ്റെ ഡോസ്. അപ്പം നമുക്കിത് വളരെ മറ്റു സ്ഥലത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഷെൽഫ് ലൈഫും വളരെ ലോങ് ആണ്. അപ്പം നമുക്കിത് സൂക്ഷിക്കാനും പ്രയോഗിക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത് കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ രാജസ്ഥാനിലെ മൈനിൽ കിടക്കുന്ന മൈക്കയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അതിനെ അഭ്രഭസ്മമാക്കി മാറ്റി ആ അഭ്രഭസ്മം നമുക്ക് കൊടുക്കുന്നത്. ഈ അഭ്രഭസ്മം 200 കൊല്ലം 300 കൊല്ലം എടുത്തു വെച്ചാലും കേടുവരില്ല. അതാണ് അതിൻ്റെ വേറൊരു ഗുണം. ഇത് നമുക്ക് കൊടുക്കാനും കഴിയും. ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതുമാണ്. ഈ സ്ഫുടം ചെയ്തെടുക്കുക, ഭസ്മങ്ങളുടെ പ്രയോഗം, ഇത്തരം വാക്കുകളുടെ അർത്ഥം എന്താണ് ഈ ഒരു പ്രോസസ്സ്? ഇപ്പോൾ ഒരു മെറ്റൽ നമ്മൾ കിട്ടിയാൽ ആ മെറ്റലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യും, അതിനെ ശുദ്ധീകരിക്കും, അതിനെ ഉരുക്കി പലതരത്തിലുള്ള നീരുകളിൽ ഒഴിച്ച് അതിനെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ച ശേഷം അതിനെ മറ്റ് പല നീരുകളിലും അരച്ച് അതിനെ പുടം ചെയ്തെടുക്കും. അതായത് വളരെ കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചറിൽ അതിനെ ഇൻസിനറേറ്റ് ചെയ്യും. അങ്ങനെ എടുത്തു നിന്ന ഭസ്മരൂപത്തിലാക്കും. അത് വളരെ അധികം മൈന്യൂട്ട് ഫോമിലായി മാറും ഈ ലോഹങ്ങളൊക്കെ തന്നെ. അങ്ങനെ മാറിയിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അതിന് ഭസ്മം എന്ന് പറയും. ആ ഭസ്മമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പ്രധാനമായും വാലിഡേഷൻ റിസർച്ച് പ്രോസസ്സ്, ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഈ ആയുർവേദത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രസചികിത്സയിലോ എത്രമാത്രം പ്രയോഗിക്കപ്പെടുന്നുണ്ട്? അതെ, ആ 2 തരത്തിൽ നമ്മൾ കാണണം. ഈ രസചികിത്സയിൽ ഒരു ഭസ്മം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണഭസ്മം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്വർണ്ണഭസ്മം ഉണ്ടാക്കിയിട്ട് കഴിയുമ്പോൾ അതിന് ഇന്ന ഗുണങ്ങൾ വേണമെന്ന് ശാസ്ത്രം നിഷ്കർഷിക്കുന്നുണ്ട്. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഇന്നതായിരിക്കണം, അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇന്ന ഗുണം വേണം, ഇന്ന സ്വരസത്തിലിട്ട് കഴിഞ്ഞാൽ ഇന്ന ഗുണം വേണം, അങ്ങനെ കുറേ ഗുണങ്ങൾ അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ പ്രോട്ടോക്കോൾ പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ തന്നെ. ആ പ്രോട്ടോക്കോളൊക്കെ തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം.
അങ്ങനെ വരുന്ന സാധനത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഇനി ആധുനിക സയൻസിൻ്റെ സംഭാവനയായിട്ടുള്ള കെമിസ്ട്രിയുടെ സംഭാവനയായിട്ടുള്ള മറ്റു പല പാരാമീറ്ററുകളും നമുക്കിതിൽ ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷം മുമ്പേ ഞാൻ എൻ്റെ ഈ ഗോൾഡ് ഭസ്മത്തിൻ്റെ ഒരു പഠനം നടത്തുകയുണ്ടായി. ഞാനെല്ലാം നടത്തിയ ഒരു പ്രൊഫസറാണ് നടത്തുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രിയുടെ PhD തീസിസിൻ്റെ ഭാഗമായിട്ട്. അദ്ദേഹം കണ്ടുപിടിച്ചത് അതിൽ ഈ 65% ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിളാണ് ഉള്ളതെന്നാണ്. നാനോ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇത് വളരെ ബോഡിക്ക് വളരെ സൂത്തനിങ് ആണ്, ഒരുവിധ കുഴപ്പങ്ങളും ഉണ്ടാക്കില്ല. മെറ്റൽസിൻ്റെ നാനോ പാർട്ടിക്കിളൊക്കെ തന്നെ ഹെർബൽസ് പോലെയാണ് ബിഹേവ് ചെയ്യുക ബോഡിയിൽ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും തോമസ് ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. തോമസ്, ഹലോ ഹലോ തോമസ്. തോമസുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് മടങ്ങി വരാം. ഡോക്ടർ, ഈ ഒരു വൈദ്യശാസ്ത്രത്തിന് ഈ ലോകത്ത്, നമ്മൾ കേരളത്തിലെ കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞു, ആഗോളതലത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് WHO പോലെയുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ പലപ്പോഴും ഈ ഒരു സംശയം വരാൻ കാരണം ഡോക്ടർ പറഞ്ഞു രസചികിത്സയിൽ പ്രധാനമായും മെർക്കുറി ബേസ് ചെയ്തിട്ടുള്ളതാണ് മരുന്നുകളെല്ലാം എന്ന്. പല രാജ്യങ്ങളിലും ഈ കേരളത്തിൽ നിന്ന് പോകുന്ന അല്ലെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആയുർവേദ മരുന്നുകൾ അവിടുത്തെ കസ്റ്റംസ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞു വെക്കുന്നു. കാരണം ഇതിൽ ലോഹങ്ങളുടെ അളവ്, പ്രത്യേകിച്ച് ശരീരത്തിന് ദോഷകരമായ രീതിയിലുള്ള മെർക്കുറിയുടെ രസത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് ഈ മരുന്ന് ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് വിഷപദാർത്ഥമാണ്, ഇത് കഴിച്ചാൽ അസുഖം വരും എന്നുള്ള രീതിയിലുള്ള നടപടികൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ശാസ്ത്രത്തിനെ എങ്ങനെയാണ് ലോകം, ഇന്ത്യക്ക് പുറത്തുള്ള നാട്ടുകാർ കാണുന്നത്? അതെ, ആധുനിക കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആയുർവേദത്തെ വാലിഡേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ക്ഷീരബല അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ആക്ഷനും ഇല്ല, അതിൽ ആക്ഷൻ പൊട്ടൻസി ആയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിന് നമുക്ക് മുഖവിലേക്ക് എടുക്കാനാകില്ല. പിന്നെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ ഘനലോഹത്തിൻ്റെ അംശം വളരെ കൂടുതൽ എന്ന് പ്രതിപാദിച്ചത് എൻ്റെ സംശയം നിർബന്ധമായും ആയുർവേദം എന്ന ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ അംഗീകാരത്തിന് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ബുദ്ധിയുടെ ഒരു ഉൽപ്പന്നമായിരുന്നു അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് എത്തിയവരിൽ ജപ്പാനിൽ നിന്നുള്ള ആളുകളും റഷ്യയിൽ നിന്നുള്ള ആളുകളും മെഡഗാസ്കർ എന്നുള്ള ആളുകളും ജർമ്മനിയിൽ നിന്നുള്ളവരും അമേരിക്കയിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രസചികിത്സയ്ക്ക് വേണ്ടി എന്നെ സമീപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കിത് രണ്ട് ഭാഗവും നമുക്ക് കണക്കിലെടുത്ത് ചിന്തിക്കേണ്ടതുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ എല്ലാം വിഷലിപ്തമാണോ? ആണ്, അതിന് സംശയമില്ല. ഇപ്പം മെർക്കുറി പോയ്സണസ് ആണ് എന്ന് പറഞ്ഞത് ആധുനിക ശാസ്ത്രമല്ല. മെർക്കുറി പോയ്സണസ് ആണെന്ന് അംഗീകരിച്ചത് രസശാസ്ത്രമാണ് ആദ്യമായിട്ട്. മെർക്കുറി മരണം വരെ നൽകാവുന്ന പോയ്സണസ് സാധനമാണെന്ന് ആദ്യം ശിഷ്യനെ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷത്തെ എങ്ങനെ അമൃതാക്കി മാറ്റാം എന്നുള്ള വിദ്യ ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ രസചികിത്സയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും ടോക്സിക് എഫക്റ്റ് നന്നായി അനലൈസ് ചെയ്തവരാണ് പഴയ ആയുർവേദ സൂരികൾ. അതിന് ശേഷം മാത്രമാണ് ഇതിനെ ലോജിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അമൃതായി മാറുന്നു. ഇത് തന്ത്രത്തിൽ ഇതേ ചോദ്യം തന്നെ പാർവതി ശിവനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടുകാരെ വിഷം കൊടുത്ത് കൊല്ലുന്നതെന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. അപ്പം ശിവൻ പറയുന്നു തന്ത്രത്തിൽ വിഷം യുക്തിയ അമൃതം ദേവി തദയുക്തിയ വിഷമേവച തസ്മാത് യുക്തിയ വിഷം സേവ്യം അയുക്തിയ ന കദാചന. ഇഫ് യു ആർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ പോയ്സൺ വിത്ത് ലോജിക് ഇറ്റ് വിൽ വർക്ക് ആസ് എ നെക്ടർ എന്നാണ് അതിൻ്റെ നട്ട്ഷെൽ പറഞ്ഞതിൻ്റെ. ഈ ആയുർവേദത്തിൽ മാത്രമാണോ ഇത്തരം രസചികിത്സ അല്ലെങ്കിൽ ഇത്തരം ലോഹങ്ങളും മിനറൽസും ഉപയോഗിച്ചുള്ള ചികിത്സാ രീതി നിലനിൽക്കുന്നത്? അതാണ് വേറൊരു രസം. ഒരിക്കലുമല്ല. മോഡേൺ അലോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ TT എടുത്ത് നോക്കൂ. TTയുടെ ഇഞ്ചക്ഷൻ അത് പ്രിസർവ് ചെയ്തിരിക്കുന്നത് തൈമറസോൾ കൊണ്ടാണ്. തൈമറസോൾ എന്ന് പറഞ്ഞാൽ തയോ മെർക്കുറിക് സാലിസിലിക് ആസിഡ് ആണ്. തയോ മെർക്കുറിക് സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. മെർക്കുറിയുടെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈലി പോയ്സണസ് ആണ്. ഇതാണ് ഓറൽ കൂടെ എല്ലാം ഫീഡ് ചെയ്യുന്നത്. നമ്മൾ IM ആണ് എടുക്കുന്നത്. അടുത്ത പഠനം ഞാൻ നെറ്റിലൊക്കെ വായിച്ചു. ഇപ്പോൾ വരുന്ന ഓട്ടിസത്തിന് ഒരു പ്രധാന കാരണം ഗർഭിണികളിൽ എടുക്കുന്ന ഈ TT ആണെന്ന് പറഞ്ഞ നെറ്റിലെ ചില റിപ്പോർട്ടുകളൊക്കെ ഞാൻ വായിച്ചു. അതുപോലെ തന്നെ ഡെന്റൽ സർജൻസ് ഡെന്റൽ കാരീസ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. മെർക്കുറിയും ടിന്നും സിങ്കും ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ പല്ലിലെ പോടൊക്കെ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മെർക്കുറിക് സാൾട്സ് ഹോമിയോപ്പതി ഉപയോഗിക്കുന്നുണ്ട്, യുനാനി സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ സിസ്റ്റവും മെർക്കുറി സാൾട്സ് ഉപയോഗിക്കുന്നുണ്ട്.
പ്രകൃതിയിലുള്ള ഒരു വസ്തു എന്ന നിലയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് മെർക്കുറി എന്നാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, നമ്മൾ ചർച്ച തുടരാം. ഒരു ഇടവേള കൂടി ആവശ്യമായിരിക്കുന്നു. മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം മെഡിസിൻ അറ്റ് ഇന്ത്യ വിഷൻ തുടരും. യഥാർത്ഥ ജീവിതത്തിന്റെ രസം കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ്. അടുക്കളയിലെ രസം യഥാർത്ഥ ഉപ്പിലാണ്. അങ്കൂർ ഉപ്പ്, യഥാർത്ഥ ഉപ്പ്. നല്ല പാർട്ടിയാ. വീണ്ടും വീണ്ടുമുള്ള ഉപയോഗത്തിലൂടെ ടോയ്ലറ്റ് വൃത്തികേടാവുന്നു അല്ലേ? പക്ഷേ പ്രതിവിധിയുണ്ട്. അവതരിപ്പിക്കുന്നു പുതിയ ഹാർപിക് ഹൈജീനിക്. ഇത് ടോയ്ലറ്റ് റിമ്മിൽ വെച്ചാൽ മതി. ഇനി ഓരോ ഫ്ലഷിലും നിങ്ങൾക്ക് ലഭിക്കുന്നു ക്ലീനും ഹൈജീനിക്കും സുഗന്ധമുള്ളതുമായ ടോയ്ലറ്റ്. നിരന്തരം 3 ആഴ്ച വരെ. ഇത്രയും ഫ്രഷ്. ഇനി മുതൽ ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആൻഡ് ഫ്രഷ് ആയി സൂക്ഷിക്കൂ. ഹാർപിക് ഹൈജീനിക്. ചാലഞ്ച് ഏറ്റെടുക്കൂ. മെഡിസിൻ അറ്റ് ഇന്ത്യ വിഷൻ തുടരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അനിൽകുമാർ, ഒരു പ്രേക്ഷകൻ, ഡോക്ടർ ശശികുമാറിനോട് സംശയം ചോദിക്കാനായി ലൈനിലുണ്ട്. അനിൽകുമാർ, ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. സോറിയാസിസിന് ഒരു പരിധി വരെ, ഇപ്പോൾ ഒരു രോഗത്തിൻ്റെ പേര് മാത്രം പറഞ്ഞതുകൊണ്ട് ആയുർവേദത്തിൽ ആ രോഗം സാധ്യമാണോ അസാധ്യമാണോ എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ക്യാൻസർ ആയിരുന്നാലും ആയുർവേദത്തിന് അതിൻ്റെ കുറച്ച് അസസ്മെൻറ്റ് പ്രോസസ്സുകളുണ്ട്. ഇപ്പോൾ രോഗി വളരെ യുവാവാണ്, രോഗിക്ക് ഏത് മരുന്നും കഴിക്കാനുള്ള ശരീരശക്തിയുണ്ട്, കാലം അതിന് അനുകൂലമാണ്, എങ്കിൽ ആ രോഗം സാധ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സോറിയാസിസ് ധാരാളം മാറിപ്പോയ കേസുകളുണ്ട് രസചികിത്സ കൊണ്ട്. എന്നാൽ രോഗം വളരെ മൂർച്ഛിക്കുന്നൊരവസ്ഥ, രോഗി വളരെ വയസ്സനായിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒന്ന് തറപ്പിച്ച് പറയാം, ഏറ്റവും നന്നായി സോറിയാസിസിനെ മാനേജ് ചെയ്യുന്നത് രസചികിത്സ കൊണ്ട് സുസാധ്യമാണെന്ന കാര്യം തറപ്പിച്ച് പറയാൻ കഴിയും. നന്ദി അനിൽകുമാർ വിളിച്ചതിന്. ഡോക്ടർ, ഡോക്ടർ പറഞ്ഞ ഈ ഒരു ഇതിന് അടുത്ത ചോദ്യം, ഡോക്ടർ പറഞ്ഞ വളരെ ആളുകളുടെ പ്രായം, അവസ്ഥ എല്ലാം പരിഗണിച്ചാണ് പലപ്പോഴും ഈ ചികിത്സ വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഗർഭിണികൾ, കുട്ടികൾ, ഇവരിലെല്ലാം ഈ രസൌഷധങ്ങൾ നമ്മൾ പ്രയോഗിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും നൽകാൻ പറ്റും. അങ്ങനത്തെ അവസരങ്ങളിൽ ഇതിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഈ രസങ്ങളെയൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചും കൂടി ലെങ്തി ആവും, കുറച്ചും കൂടിയും ഡീപ്പായി മാറും. രസത്തിന് നമ്മൾ രസസിന്ദൂരം ഉണ്ടാക്കും. സിന്ദൂരം ഉണ്ടാക്കി അതിനെ ആവർത്തിച്ച് അതിൻ്റെ പൊട്ടൻസി നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയും അതിൻ്റെ ടോക്സിസിറ്റി ലെവൽ നമ്മൾ കമ്മിയാക്കി കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയുള്ള രസസിന്ദൂരമൊക്കെ തന്നെ നമ്മൾ ഗർഭിണികളിൽ ധാരാളമായി പ്രയോഗിക്കുന്നുണ്ട്. ഗർഭിണികളിലെ അനീമിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മണ്ടൂര ഭസ്മം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മണ്ടൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാറപ്പുറത്ത് അതുപോലെ കിട്ടുന്ന ഒരു കല്ലാണ്. ആ കല്ലിലൊക്കെ തന്നെ ഹൈ പെർസെൻറ്റ്, ഏകദേശം 51% ലോഹത്തിൻ്റെ അയണിൻ്റെ അംശമുണ്ട്. മറ്റ് പല ട്രേസ് എലമെൻറ്റ്സ് ഉള്ളതാണ് മണ്ടൂരം. ഈ മണ്ടൂരത്തെ ശുദ്ധി ചെയ്ത് ഭസ്മമാക്കി മാറ്റി അതിലൂടെ ഹെർബൽസ് ചേർത്ത് ഉള്ള പുനർനവ മണ്ടൂരം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ഈ മെഡിസിൻ ഗർഭിണികളിലെ അനീമിയ മാറ്റാൻ വളരെ നല്ലതാണ്. ഈ ഒരു മരുന്ന്, ഇത്തരം രസൌഷധ മരുന്നുകൾ നമ്മൾ സേവിക്കുമ്പോൾ പ്രത്യേകിച്ച് പഥ്യങ്ങൾ പാലിക്കേണ്ടത്. ആയുർവേദത്തിനെ കുറിച്ച് പെട്ടെന്ന് ശമനം കിട്ടില്ല എന്നതുപോലെ തന്നെ ആളുകൾക്കുള്ള മറ്റൊരു കംപ്ലൈൻ്റ് ആണ്. അതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ കുറച്ച് പഥ്യങ്ങളും ചിട്ടകളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും. പിന്നെ നമ്മുടെ മറ്റ് പ്രായോഗിക ജീവിതത്തിൽ പലതും നടക്കില്ല എന്നുള്ളൊരു വിഷമം ആളുകൾ പറയാറുണ്ട്. ഇതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഥ്യങ്ങളുണ്ടോ? പഥ്യങ്ങളുണ്ട്, സംശയമില്ല. ഈ വിഷശക്തിയോട് കൂടിയിട്ടുള്ള ഔഷധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ശരീരത്തെ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അങ്ങനെ ശരീരത്തെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പഥ്യനിർദ്ദേശം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിലെ രസചികിത്സ നടത്തുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ ഇരിക്കുകയും അതുപോലെ ശക്തിയായ ഔഷധങ്ങൾ മറ്റു ചികിത്സാ സമ്പ്രദായങ്ങൾ പ്രയോഗിക്കുമ്പോൾ പാർശ്വഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ആയുർവേദം അതിനെ വിഷവസ്തുക്കൾ ശരീരത്തിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അതിൻ്റെ ലോജിക്, അതിൻ്റെ പഠനം അത് അതീവ കേവമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത് എല്ലാ രസചികിത്സയ്ക്കും ബാധകമല്ല. ഒരു ഗർഭിണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ടൂര ഭസ്മം കൊടുക്കുമ്പോൾ എല്ലാ പഥ്യങ്ങളും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം, ഒരു വിരൽ മുറിച്ച് കളഞ്ഞു, അത് കഴിഞ്ഞ് കാല് മുറുക്കി കളയാൻ പറഞ്ഞിട്ടുള്ളൊരു ഡയബറ്റിക് പേഷ്യൻറ്റ് ഇവർ വരുമ്പോൾ, അതുപോലെ സോറിയാസിസ് ആയിട്ടുള്ള ഒരു രോഗി വരുമ്പോൾ, ഈ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ അതിനെ മാറ്റുന്നിടത്ത് ശക്തിയായ മരുന്ന് പ്രയോഗം വേണ്ടിവരും. അവിടെ നല്ല പഥ്യക്രമങ്ങളും വേണ്ടിവരും. ഈ നമ്മൾ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. അതിനു മുമ്പ് കുറച്ച് ജനറൽ സംശയങ്ങൾ കൂടെ ചോദിക്കുകയാണ്. ഈ ഒരു ശാസ്ത്രം പൂർണ്ണമായും ഒരു ഇന്ത്യൻ സയൻസ് ആണോ? നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ, ചൈന പോലുള്ള പല രാജ്യങ്ങളിലും ഇതിന് സമാനമായ ചികിത്സാ രീതികൾ നിലവിലുള്ളത് കൊണ്ടുള്ളൊരു സംശയമാണ്. ഇത് നമ്മുടെ പൂർണ്ണമായും ഭാരതീയമായ ഒരു ചികിത്സാശാസ്ത്രമാണോ?
തികച്ചും ഇത് തനി ഭാരതീയമാണ്. നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ്. യജുർവേദത്തിലെ രൗദ്രസൂക്തത്തിലെ 5ാമത്തെ ചമകത്തിൽ ഇതിൻ്റെ പരാമർശങ്ങളുണ്ട്. എല്ലാ നവലോഹങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അത് കഴിഞ്ഞ് തൈത്തിരീയ ഉപനിഷത്തിൽ രസോ വൈസഹ രസഹ്യേവായം ലബ്ധ്വ ആനന്ദീ ഭവതി, തൈത്തിരീയ ഉപനിഷത്തിലൊരു സൂക്തമാണ്. രസമാണ് അവൻ, വേദം രസമാണ് അവൻ എന്ന് പറയുമ്പോൾ അവൻ ശിവമാണ് എന്നാണ് അർത്ഥം. രസം ഹ്യേവായം ലബ്ധ്വ, രസം കൊണ്ട് മാത്രമേ ആനന്ദം ലഭിക്കുകയുള്ളൂ. ആനന്ദം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഇല്ലാത്ത അവസ്ഥയാണ്, രോഗമില്ലാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ രസമാണ് മൂലം എന്ന് വേദങ്ങൾ അനുശാസിക്കുന്നു. അപ്പോൾ വേദം മുതൽക്ക് തന്നെ. അതുപോലെ ഇത് ആർഷമല്ല എന്ന് പറയുന്നുണ്ട് ചിലവർ. അവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ശങ്കരാചാര്യർ ആർഷമാണോ? എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരു ഗോവിന്ദപാദർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് രസഹൃദയ തന്ത്രം എന്നാണ്. ഇത് മുഴുവൻ തന്നെ രസത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് 64 തന്ത്രങ്ങളുണ്ട്. ഈ 64 തന്ത്രങ്ങളിൽ ഒരു തന്ത്രം രസാർണവ തന്ത്രമാണ്. ഇതിൽ രസമാണ് വിവരിച്ചിട്ടുള്ളത്. മറ്റൊരു സംശയം, കൽപ്പപ്രയോഗം എന്ന് കേട്ടിരുന്നത് എന്താണ്? ഈ രസചികിത്സയുടെ ഭാഗമാണ്? രസചികിത്സയുടെ ഭാഗമാണ് ഒരു കൽപ്പപ്രയോഗങ്ങൾ. അതായത് മനുഷ്യനെ കൂടുതൽ ആയുസ് കിട്ടാൻ വേണ്ടി, മനുഷ്യൻ്റെ അവയവങ്ങൾക്ക് യുവത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് കൽപ്പം. അത് കൽപ്പം സേവിച്ചുകൊണ്ട് 1000ഓളം വർഷം ജീവിച്ച ആളുകളുടെ ചരിത്രങ്ങൾ ഇവിടെ അൽബുരൂറി മുതലായിട്ടുള്ള വിദേശ സഞ്ചാരികൾ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് എഴുതി വെച്ച ഡയറി കുറിപ്പുകൾ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത്തരം വാദങ്ങൾ എത്രമാത്രം നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് സംശയമായി നിൽക്കും. അതെ, പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുന്നത്, ഇപ്പോൾ ഒരു രോഗം മാറിപ്പോകുമ്പോൾ, ഇപ്പോൾ ഒരു ന്യൂമോണിയ വന്ന പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിന് മാറിപ്പോകുമ്പോൾ ആ ന്യൂമോണിയ പാച്ചസ് ലങ്സിൽ സ്ഥിരമായി നിൽക്കുന്നു. എന്നാൽ രസചികിത്സ കൊണ്ട് ന്യൂമോണിയ മാറിപ്പോയി കഴിഞ്ഞാൽ ആ രോഗിയിൽ ആ പാച്ച് നിലനിൽക്കുന്നില്ല. അപ്പോൾ ശരീരത്തെ വൈറ്റലൈസ് ചെയ്യാൻ, പുനർസൃഷ്ടിക്കാനുള്ള കഴിവ് ഇതിന് വളരെ കൂടുതലുണ്ടെന്നുള്ള സത്യം മാത്രമാണ്. ഡോക്ടർ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കാം. പക്ഷേ ഈ ഒരു ശാസ്ത്രശാഖയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി അറിയാനുണ്ട്, ഡോക്ടർക്ക് പറഞ്ഞു തരാനുണ്ട്. ഈ നമ്മുടെ ചർച്ച ഇനി മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി നീളേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് അടുത്ത് തന്നെ മെഡിസിൻ അറ്റ് ഇന്ത്യ മറ്റൊരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്താം. ഇപ്പോൾ നമ്മൾ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കാം. വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ഇന്നത്തെ മെഡിസിൻ അറ്റ് ഇന്ത്യ വിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത ആഴ്ച, നാളെ ഇതേ സമയം കാണാം. നമസ്കാരം. Medicine at India Vision brought you in association with